അടുത്ത ടോപ്പിക്ക് ഐസോലോബൽ അനലോഗിയാണ്. അപ്പോൾ ഇതിൽ ഹോഫ്മാനാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ കണ്ടോ, ഡബിൾ ഹെഡഡ് ആരോ ആണ്, ട്വിസ്റ്റ് ഉണ്ടാവും ഇടയിൽ, ട്വേൾഡ് ഡബിൾ ഹെഡഡ് ആരോ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓർഗാനിക്കിനും ഇനോർഗാനിക്കിനുള്ള കോംപ്ലക്സുകൾ തമ്മിൽ റിലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അനലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ലൂയിസ് ഒക്ടറ്റ് റൂളിൽ നമ്മൾ മെയിൻ ഗ്രൂപ്പിന് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് അപ്ലൈ ചെയ്യുക. 8 ഇലക്ട്രോൺ റൂൾ നമ്മൾ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രിയിലാണ്, ട്രാൻസിഷൻ മെറ്റൽസിനാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കണക്ഷനായിട്ട്, അനലോഗസ് ആയിട്ടാണ് നമ്മൾ ഈ റൂള് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, രണ്ട് ഫ്രാഗ്മെൻറ്റ്സിന് നമ്മൾ ഐസോലോബൽ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ അവരുടെ രണ്ടുപേരും തമ്മിൽ കുറച്ച് കാര്യങ്ങളിൽ സിമിലാരിറ്റി വേണം. ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ സെയിം അല്ല, സിമിലാരിറ്റി വേണം. ഏതൊക്കെയാണ്? നമ്പർ, സിമെട്രി പ്രോപ്പർട്ടീസ്, അപ്രോക്സിമേറ്റ് എനർജി ആൻഡ് ഷേപ്പ് ഓഫ് ദെയർ ഫ്രോണ്ടിയർ മോളിക്യൂൾ, ഓർബിറ്റൽ ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഈ ഇത്രയും 1, 2, 3, 4, 5 കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കവരെ ഐസോലോബൽ ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, നമ്മുടെ ക്ലോറിനാറ്റ് എടുക്കുകയാണ്, അതുപോലെ മീഥൈൽ റാഡിക്കൽ എടുക്കുകയാണ്. അപ്പോൾ അതിൽ മെയിൻ ഗ്രൂപ്പ് നോൺ മെറ്റൽസ് വരുന്ന അതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ ക്ലോറിനാറ്റ് നമുക്കറിയാം 17th ഗ്രൂപ്പാണ്, 17 ആണ് അതിൻ്റെ 17th ഗ്രൂപ്പാണ്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അത് 7 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഒരെണ്ണം കുറവ്. അതുപോലെ മീഥൈൽ ഫ്രീ റാഡിക്കൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, നമ്മുടെ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ വാലൻസി 4 വരും, 4 ഇലക്ട്രോൺസ് ആണ്, 2s2 2p2 4 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഓർബിറ്റലിൽ വരിക. പ്ലസ് നമ്മുടെ ഹൈഡ്രജൻ്റെ 3 ഇലക്ട്രോണും കൂടെ ആകുമ്പോൾ 3x1 ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് 3 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് വരും, 3 + 4 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് അതിനുള്ളത്. അപ്പോൾ അതിലെന്ത് വരും, അതിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp3 ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. കാർബൺ ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. sp3 ഓർബിറ്റൽസ് വരും ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ. അതിൽ 3 എണ്ണം എന്ത് വരും, ഹൈഡ്രജനായിട്ട്, 3 ഹൈഡ്രജൻ ആയതുകൊണ്ട് 3 എണ്ണം നമ്മുടെ ഹൈഡ്രജനായിട്ടുള്ള ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ആയിരിക്കും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ. പിന്നെ ബാക്കി ഒരെണ്ണം ഉള്ളത് എന്തായിരിക്കും, സിംഗിളി ഒക്യുപ്പൈഡ് ആയിരിക്കും. കാരണം മീഥൈൽ റാഡിക്കലായത് സിംഗിളി ഒക്യുപ്പൈഡ് ആയിരിക്കും. അവരുടെ എനർജി ബാക്കിയുള്ള മോളിക്യൂൾസിനേക്കാളും കൂടുതലായിരിക്കും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് MnCO5 എന്ന് പറയുന്ന ഫ്രാഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം മാംഗനീസ് എന്ന് പറയുന്നത് എന്താണ്, 3d5 4s2 അതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരിക. അപ്പോൾ എത്ര, 5 + 2 7 ഇലക്ട്രോൺസ് മാംഗനീസിന് ഓൾറെഡി ഉണ്ട്. പിന്നെ കാർബണിലാണെങ്കിൽ 5 എണ്ണം ഉണ്ട്, 2 ഇലക്ട്രോൺ വെച്ച് കൺസിഡർ ചെയ്താൽ 5 × 10. അപ്പോൾ 10 + 7 17 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് വരിക. അപ്പോൾ എന്താണെന്ന് പറയാം, 18 ഇലക്ട്രോൺ ആവാൻ 1 കുറവ്. അപ്പോൾ ഈ 2 മോളിക്യൂൾ എന്താണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ 1 കുറവും 18 ഇലക്ട്രോൺ റൂൾ കംപ്ലീറ്റ് ആവാൻ 1 കുറവും. അപ്പോൾ അതുപോലെ സെയിം ഇപ്പോൾ ഈ MnCO5 നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ D2sp3 ആണ് വരിക. അതിൽ 5 എണ്ണം നമ്മൾ കാർബണിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോഴും ഒരെണ്ണം അതിൽ എന്ത് വരും, 6ാമത്തെ ഓർബിറ്റൽ. D2sp3 പറയുമ്പോൾ 6 ഓർബിറ്റലുണ്ട്. 6ാമത്തെ ഓർബിറ്റലിൽ ഇതുപോലെ സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഉണ്ടാകും. അപ്പോൾ അതും ഇതിനോട് സിമിലർ ആണ്. അപ്പോൾ ഈ 2 മോളിക്യൂൾസ് നമ്മൾ സാധാരണയായിട്ട് ഹോഫ്മാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സിംഗിൾ ഒക്യുപ്പൈഡ് ഓർബിറ്റൽ സിഗ്മ ടൈപ്പ് ആയിട്ടുള്ള സിഗ്മ ബോണ്ട് ഫോർമേഷന് സാധ്യതയുള്ള സിംഗിൾ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഓർബിറ്റൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഫ്രീ റാഡിക്കലായിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ക്ലോറിനും മീഥൈൽ റാഡിക്കലും MnCO5 എന്ന് പറയുന്ന കോംപ്ലക്സും തമ്മിൽ എന്താണെന്ന് പറയാം, ഐസോലോബലാന്ന് പറയാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് സിമിലർ ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഡൈമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക രണ്ടും. Mn2 CH3 Cl2 ഡൈമറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി ആനോണായിട്ട് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, MnCO5 ആയിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു CH3- Cl-. ഇനി കോൺജുഗേറ്റ് ബേസ് ഓഫ് ആൻ ആസിഡ് HMnCO5ൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് MnCO5-. അതുപോലെ CH4ൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് CH3-. HClൻ്റെ കോൺജുഗേറ്റ് ബേസ് ആണ് Cl-. ഇനി കമ്പൈൻ വിത്ത് 100. ഇപ്പോൾ 6 നോക്കുകയാണെങ്കിൽ 6 MnCO5 ഉണ്ടാക്കാം, RCl ഉണ്ടാക്കാം, RCH3 ഉണ്ടാക്കാം. I വെച്ച് നോക്കുകയാണെങ്കിൽ MnCO5 ഉണ്ടാക്കാം, ICl ഉണ്ടാക്കാം, CH3 ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയും ഈ കാര്യങ്ങളിൽ സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിന് ഐസോലോബൽ ഫ്രാഗ്മെൻറ്റ്സ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിക്കലി ഇക്വിവാലൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇതിൽ CH3യും Cl2 തമ്മിൽ ഐസോലോബലാണ്. CH3 Mn2CO10 തമ്മിൽ ഐസോലോബലാണ്. Cl2വും Mn2CO10 തമ്മിലും ഐസോലോബലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഐസോലോബൽ ഇങ്ങനെ ഒരു ആരോ വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ സെപ്പറേറ്റ്ലി ഐസോലോബലാണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതല്ല ഒറ്റടിക്ക് ഐസോലോബലാണെന്നും നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് സെയിം സിമെട്രിയാണ്, സെയിം ഒക്യുപ്പൻസിയാണ്, നമുക്കങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ പോലെ പറയാം. ഇനി എന്താണ് പറയുന്നത്, ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ 17 ഇലക്ട്രോണും 7 ഇലക്ട്രോണും എന്നുള്ള കേസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, 16 ഇലക്ട്രോണും 6 ഇലക്ട്രോണും എന്നുള്ള കേസ് പറയാം. അപ്പോൾ 16 ഇലക്ട്രോണായിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത് FeCO4 ആണ്. അപ്പോൾ എക്സാമ്പിളൊക്കെ നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 16 ഇലക്ട്രോൺ വരുന്നത് FeCO4 ആണ്, 6 ഇലക്ട്രോൺ വരുന്നത് CH2. അതുപോലെ ഗ്രൂപ്പ് 16 നോക്കുകയാണെങ്കിൽ നമ്മൾ സൾഫർ. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഐസോലോബലാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഐസോലോബൽ സിമ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വരുന്നതാണ് 15 ഇലക്ട്രോൺ വരുമ്പോൾ 5 ഇലക്ട്രോൺ ഫ്രാഗ്മെൻറ്റ് 15th ഗ്രൂപ്പ് എലമെൻറ്റ്. അപ്പോൾ 15 ഇലക്ട്രോൺ ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറിഡിയം IrCO3യും 5 ഇലക്ട്രോൺ CH3 കഴിഞ്ഞു, CH2 കഴിഞ്ഞു, CH ഫ്രാഗ്മെൻറ്റ്. അതുപോലെ 15th ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് ആയിട്ടുള്ള ഫോസ്ഫറസ്. ഇത് മൂന്നും തമ്മിൽ ഐസോലോബലാണ്. അപ്പോൾ മൂന്നിൻ്റെ പ്രത്യേകത എന്താ, CH4, P4, IR4 അങ്ങനത്തെ കോംപ്ലക്സുകളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്, P4, IR4, CO4. അപ്പോൾ സ്ട്രക്ചർ അടക്കം വരയ്ക്കണം. അപ്പോൾ ഇതാണ് കോറിലേഷൻ പറയുന്നത്. എന്താണ് 18, 17, 16, 15, 14 വരുമ്പോൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഏതൊക്കെയായിട്ടാണ് വരിക, 8, 7, 6, 5, 4 ഇത്രയും ആയിട്ടാണ് ഐസോലോബൽ ഫ്രാഗ്മെൻ്റ് ആയിട്ട് വരിക. ഇത് നമുക്ക് ഒരേ എന്താ പറയുക 7 ഇലക്ട്രോൺ ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐസോലോബിലാവാം. നമ്മൾ MnCO5ഉം CO4ഉം കൺസിഡർ ചെയ്യുക. അപ്പോൾ Mnൻ്റെ 3d5 4s2 ആണ് വരിക. കൊബാൾട്ടിന് എന്താ വരിക, 5, 6, 7 3d7 4s2 ആണ് വരിക. അപ്പോൾ പക്ഷേ Mnൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എത്ര എണ്ണ, 5 ആണ്. കൊബാൾട്ടിൻ്റെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 4 ആണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിന് 17 ഇലക്ട്രോൺ തന്നെയാണ് ആസ് എ ഹോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതിന് ഒരെണ്ണത്തിന് ഒക്ടാഹിഡ്രൺ സിമെട്രിയും മറ്റേതിന് ട്രയാഗണൽ ബൈപിരമിഡിലാണ്. പക്ഷേ അത് ഐസോലോബലാണ്, അതായത് സെയിം 7 ഇലക്ട്രോൺ ഫ്രാഗ്മെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിലും നമുക്ക് എന്ത് പറയാം, ഐസോലോബൽ ഫ്രാഗ്മെൻറ്റ്സ് ആണെന്ന് പറയാം. അത് തന്നെയാണ് വീണ്ടും എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതൊക്കെ കോംപ്ലക്സുകളിലാണ് സിമിലാരിറ്റി വരുന്നത് എന്നുള്ളത്. CH4ൻ്റെ സിമിലാരിറ്റി വരുന്നത്, CH3ക്ക് വരുന്നത് CH2, CHC. അപ്പോൾ അത്രയും എക്സാമ്പിൾസ്, പിന്നെ ചില കോംപ്ലക്സുകളുടെ സ്ട്രക്ചറും ഉണ്ട്. അത് നമ്മൾ കുറേ സ്ട്രക്ചറൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ എക്സാമ്പിൾസ് കറക്റ്റായിട്ട് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് അറിയണം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾസ് പഠിക്കുക. അപ്പോൾ അതാണ് ഐസോലോബൽ അനലോഗി.